بسم الله. الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد. സൂറത്തുൽ ബഖറയിൽ ഇതുവരെയുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരിലുള്ള മൂന്ന് വിഭാഗം ജനങ്ങളെക്കുറിച്ചാണ് വിവരിച്ചത്. ഒന്ന് അൽ മുഅ്മിനൂൻ അൽ മുത്തഖൂൻ, രണ്ട് അൽ കുഫാറുൽ ജാഹിദൂൻ അൽ മുആനിദൂൻ, മൂന്ന് അൽ മുനാഫിഖൂൻ. ഒന്ന് മുഅ്മിനീങ്ങളാണ്, രണ്ട് കുഫാറുകളാണ്, മൂന്ന് മുനാഫിഖുകളാണ്. ഒന്ന് ഇസ്ലാം ഈമാൻ ഉള്ളിലും പുറമേക്കുമുള്ളവർ, രണ്ട് ഉള്ളും പുറവും കുഫർ സ്വീകരിച്ചവർ, മൂന്ന് ഉള്ളിൽ കുഫർ ഒളിപ്പിച്ചു വെക്കുകയും പുറമേക്ക് ഈമാൻ പ്രകടിപ്പിക്കുകയും ചെയ്ത ആളുകൾ. ജനങ്ങൾ ഈ മൂന്നിലൊരു തരക്കാരാണ്. ഒന്നല്ലെങ്കിൽ മുസ്ലിം, അല്ലെങ്കിൽ കാഫിർ, അല്ലെങ്കിൽ മുനാഫിഖ്. ജനങ്ങളുടെ മൂന്ന് വിഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല സർവ്വജനങ്ങളെയും ഒരുമിച്ച് അഭിസംബോധന ചെയ്യാൻ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ. അതാണ് ഈ ആയത്തിൻ്റെ മുനാസബ. ഈ ആയത്തിൻ്റെ ഇവിടെയുള്ള ഈ സ്ഥലത്തുള്ള ഈ സന്ദർഭത്തിലുള്ള യോജിപ്പ് അതാണ് മുനാസബ. ഈ സാഹചര്യത്തോട് വളരെ യോജിച്ചതാണ്. മനുഷ്യരെ മൂന്ന് വിഭാഗമായി തിരിച്ചു. പിന്നീട് ഇവരെ എല്ലാവരെയും അള്ളാഹു അഭിസംബോധന ചെയ്യുന്നു. ലോകങ്ങളുടെ സൃഷ്ടാവായ റബ്ബിൻ്റെ അഭിസംബോധനയാണിത്. അത് എല്ലാവർക്കും ബാധകമാണ്, മുഅ്മിനീങ്ങൾക്കും കുഫാറുകൾക്കും മുനാഫിഖുകൾക്കും. അള്ളാഹു പറയുന്നു, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്. യാ എന്ന് പറഞ്ഞാൽ നിദാഇൻ്റെ വാക്കാണ്. യാ മുഹമ്മദ്, യാ സെയ്ദ്, അല്ലേ? അല്ലയോ സെയ്ദ് എന്ന് പറയുന്ന അർത്ഥമാണ് അതിനുള്ളത്. യാ അല്ലയോ, യാ അയ്യുഹന്നാസ്. അയ്യുഹ എന്നുള്ള തംബീഹിന് വേണ്ടിയാണ്, ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടി. അല്ലയോ ഹേ ജനങ്ങളെ, മനുഷ്യരെ, ജനങ്ങളെ. ഇതാണ് യാ അയ്യുഹന്നാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യാ അയ്യുഹന്നാസു, അല്ലയോ ജനങ്ങളെ. ഉഅ്ബുദൂ, അതേതാണ്? ഏത് ഫിഅല? അത് ഫിഅൽ അമ്രാണല്ലേ? ഫിഅൽ അമ്ര തന്നെ ആരോടാണ്? വാഹിദാണോ അല്ല ജംഇനോടാണ് അല്ലേ? യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ, അല്ലയോ ജനങ്ങളെ. ഉഅ്ബുദൂ, നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, നിങ്ങൾ ആരാധിക്കുക. ഇബാദത്ത് എന്താണെന്ന് നമ്മൾ ഇയ്യാക നഅ്ബുദുവിൻ്റെ തഫ്സീറിൽ പറഞ്ഞതാണ്. അൽ ഇബാദത്ത് ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാഹ്. അള്ളാഹുവിന് ഇഷ്ടമുള്ളതും അവന് തൃപ്തികരമായതുമായ എല്ലാ കാര്യങ്ങളും ഇബാദത്താണ്. അള്ളാഹു പറയാ, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ, അല്ലയോ ജനങ്ങളെ. ഉഅ്ബുദൂ, നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, നിങ്ങൾ ആരാധിക്കണം, നിങ്ങൾ ഇബാദത്തുകൾ സമർപ്പിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ഖുർആനിൽ എവിടെയൊക്കെ ഇബാദത്തിനുള്ള കൽപ്പന വന്നിട്ടുണ്ടോ, ഇബാദത്ത് ചെയ്യാനുള്ള കൽപ്പന എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം അതുകൊണ്ട് ഉദ്ദേശം തൗഹീദാണ്. എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യൂ എന്ന് മാത്രമല്ല, പിന്നെയോ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ വെറുതെ ഇബാദത്ത് ചെയ്യുന്നല്ല. നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്താൽ മതിയോ? ഇല്ല, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. അതല്ലെങ്കിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന പലരുമുണ്ട് മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ. ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാർ അവരുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ അവർ ആ ഇബാദത്തിനോടൊപ്പം മറ്റു പലരെയും പങ്കു ചേർക്കുന്നു. ഇപ്പോൾ ഖുർആനിൽ ഉഅ്ബുദു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം തൗഹീദാണ്. ഏത് സ്ഥലത്ത് ഇബാദത്തിനുള്ള കൽപ്പന കണ്ടാലും അവിടെ മാത്രം എന്ന അർത്ഥമുണ്ട്, അല്ല വെറുതെ ആരാധിക്കാനല്ല. ഖുർആനിൽ വന്ന എല്ലാ ഇബാദത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശവും തൗഹീദാണ്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ഇനി പറയുന്നതിന് മാത്രം ഇബാദത്ത് ചെയ്യുക. ഉഅ്ബുദൂ റബ്ബക്കും, റബ്ബ് സൃഷ്ടാവ്, നിയന്താവ്, രക്ഷകർത്താവ്, രക്ഷാധികാരി, ഇതൊക്കെ റബ്ബിൻ്റെ അർത്ഥമാണ്. റബ്ബ് നമ്മൾ വിശദീകരിച്ചാണ് മുൻപ്. റബ്ബ് എന്നതിൻ്റെ അർത്ഥത്തിൽപ്പെട്ടതാണ് അൽ മുറബ്ബി, ക്രമേണയായി വളർത്തിക്കൊണ്ടുവരുന്നവൻ. അത് റബ്ബിൻ്റെ അർത്ഥമാണ്. നമ്മൾ മാതാപിതാക്കൾക്കുള്ള ദുആയിൽ എന്താ ഉള്ളത്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ.
റബ്ബ അത് ഫിഅലാണ്. റബ്ബ വളർത്തിയതുപോലെ. റബ്ബയാൻ റബ്ബ പറയാൻ കാരണം എന്താ? രണ്ടുപേരുണ്ട്, അതുകൊണ്ടാണ്. റബ്ബയാനി എന്നെ വളർത്തിയതുപോലെ. മാതാപിതാക്കൾ ക്രമേണയായിട്ടാണ് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നത് അല്ലേ? കുട്ടി ജനിച്ച പാടെ അവർക്ക് എല്ലാ ഭക്ഷണവും കൊടുക്കുന്നുണ്ടോ? ഓടാൻ പറയുന്നുണ്ടോ? ഇല്ല. മറിച്ച് ഓരോ ഘട്ടത്തിനും എന്താണോ വേണ്ടത് അത് ചെയ്ത് നൽകുന്നവൻ. അള്ളാഹു സുബ്ഹാനഹു തആല റബ്ബാൻ എന്നതിൻ്റെ ഒരു അർത്ഥം അവൻ മുറബ്ബിയാണ്, അവൻ ക്രമേണയായി വളർത്തിക്കൊണ്ടുവരുന്നവനാണ്. അതിൽ നിന്ന് തന്നെയാണ് ഉലമാക്കൾക്ക് റബ്ബാനിയീങ്ങൾ എന്ന പേര് വന്നത്. കൂനു റബ്ബാനിയീന ബിമാ കുൻതും തുഅല്ലിമൂന അന്നാസ വബിമാ കുൻതും തദ്റുസൂൻ. നിങ്ങൾ റബ്ബാനിയകളാവുക. ഇബ്നു അബ്ബാസ് അതിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, അല്ലദി യുഅല്ലിമു സിഗാറൽ മസായിലി ഖബ്ല കിബാരിഹ. പഠിതാവിന് ചെറിയ ചെറിയ വിഷയങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് വലിയ വലിയ വിഷയങ്ങളിലേക്ക് അവരെ എത്തിക്കുന്നവനാണ് റബ്ബാനിയായ പണ്ഡിതൻ. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഇതല്ല, മുന്നിൽ വരുന്ന ആൾക്കാരോട് തനിക്കറിവുള്ളതെല്ലാം പറഞ്ഞു കൊടുക്കുന്നവനല്ല, മറിച്ച് അവൻ്റെ അവസ്ഥയും ആവശ്യവും നോക്കി അവന് പറഞ്ഞു കൊടുക്കുക. ചെറിയ ചെറിയ വിഷയം പറഞ്ഞ് പതുക്കെ വലുതിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഇതൊക്കെ റബ്ബ് എന്നതിൻ്റെ അർത്ഥമാണ്. അതുപോലെ തന്നെ റബ്ബിൻ്റെ അർത്ഥമാണ് സയ്യിദ്, ആശ്രയമായിട്ടുള്ളവൻ. സർവരും ആരെയാണോ ആശ്രയമാക്കുന്നവൻ റബ്ബാണ്. റബ്ബിൻ്റെ അർത്ഥത്തിൽപ്പെട്ടതാണ് അൽ മലിക്, ഉടമസ്ഥൻ. അല്ലേ? വീട്ടിൻ്റെ ഉടമസ്ഥൻ എന്താ പറയുക? റബ്ബുദ്ദാർ, റബ്ബുദ്ദാർ. അതുപോലെ തന്നെ അടിമയുടെ ഉടമസ്ഥന് പറയും റബ്ബ് എന്ന് പറയും. ഇതൊക്കെ ഉടമസ്ഥൻ എന്ന അർത്ഥത്തിലാണ്, റബ്ബിൻ്റെ അർത്ഥങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹു പറയാൻ അങ്ങനെയുള്ള നിങ്ങളുടെ ഉടമസ്ഥനായ, നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നവനായ, നിങ്ങൾക്ക് സർവ്വതും നൽകിയവനായ, നിങ്ങളെ പഠിച്ചവനായ, നിങ്ങളെ സൃഷ്ടിച്ചവനായ ഉഅ്ബുദു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. ഉഅ്ബുദു റബ്ബക്കും അല്ലദി, ആ റബ്ബ് എങ്ങനെയുള്ളവനാണ്? അല്ലദി, അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു നിങ്ങളുടെ റബ്ബ്. ചില ആളുകൾക്ക് ഇഷ്കാൽ വന്നേക്ക്, ആരാണ് നമ്മുടെ റബ്ബ്, ആരാണ് നമ്മുടെ രക്ഷിതാവ്? ഫിർഔൻ ചോദിച്ചതുപോലെ മൂസയും ഹാറൂനും വന്നപ്പോൾ ഖാല ഫമൻ റബ്ബുകുമാ യാ മൂസ ഖാല റബ്ബുന അല്ലദി അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദ. ഫിർഔൻ ചോദിച്ചില്ല നിങ്ങളെ റബ്ബ് ആരാണ്? ഒരു ഇഷ്കാലിനും ഒരു ആശയക്കുഴപ്പത്തിനും വകവെക്കാത്ത വിധം അള്ളാഹു പറഞ്ഞു കൊടുക്കാൻ. റബ്ബുക്കും അല്ലദി, അവൻ എങ്ങനെയുള്ളവനാണ്? ഈ ഒരുവനാണ്. അല്ലദി ഖലഖക്കും, ഖലഖ സൃഷ്ടിച്ചു. മാദി മുദാരി എന്താ അത്? മാദി അല്ലേ? ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവൻ. അല്ലദി ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനാണ് അവൻ. അപ്പം നിങ്ങളെ സൃഷ്ടിച്ചവൻ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ, വിവരമില്ലാത്ത ആൾക്കാർ ചിലപ്പോൾ വിചാരിച്ചേക്കാം, ഓക്കെ എന്നെ സൃഷ്ടിച്ചത് എൻ്റെ മുന്നേ വന്ന ഏതെങ്കിലും പ്രവാചകനാണ്, ഏതെങ്കിലും പുണ്യപുരുഷനാണ്, ഏതെങ്കിലും പിന്നെ അവതാരങ്ങളിൽപ്പെട്ട ആരെങ്കിലും ആണ് എന്നവൻ തെറ്റിദ്ധരും. അള്ളാഹു പറയും അല്ലദീ ഖലഖക്കും വല്ലദീന, നിങ്ങളെ സൃഷ്ടിച്ചു, വല്ലദീന ഒരു വിഭാഗത്തെ കൂടി, വല്ലദീന വാദന ആൻഡ് വല്ലദീന ഒരു വിഭാഗത്തെയും. ആരാണ് ഈ വല്ലദീൻ? ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുൻപുള്ള ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെയും സൃഷ്ടിച്ചവനാണ് അവൻ. സൃഷ്ടിക്കപ്പെട്ടവരായ സൃഷ്ടികളായ ആരൊക്കെ ഉണ്ടോ അവരെയെല്ലാം സൃഷ്ടിച്ചവനാണ് അവൻ. അവനാണ് റബ്ബുൽ ആലമീൻ, അവനാണ് റബ്ബുൽ ആലമീൻ. റബ്ബുൽ ആലമീൻ്റെ തഫ്സീറാണിത്. റബ്ബുൽ ആലമീൻ എന്നതിൻ്റെ തഫ്സീറാണിത്. കാരണം അതുകൊണ്ടാണ് സലഫുകൾ, മുൻഗാമികൾ പറഞ്ഞത് റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു ആലം കുല്ലു മാ സിവല്ലാഹ്, അള്ളാഹുവിന് പുറമെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ആലമാണ്, ലോകമാണ്, അതെല്ലാം അള്ളാഹ് പഠിച്ചതാണ്. അള്ളാഹുവാണ് ഖാലിഖ്, അവന് പുറമെ ഉള്ളതെല്ലാം മഖ്ലൂഖാണ്. അള്ളാഹുവാണ് സൃഷ്ടാവ്, അവന് പുറമെ ഉള്ളതെല്ലാം സൃഷ്ടിയാണ്. അപ്പോൾ അള്ളാഹു വിശദീകരിക്കാൻ, നിങ്ങളെ പഠിച്ചവൻ നിങ്ങൾക്ക് മുൻപുള്ളവരെ പഠിച്ചവൻ, അങ്ങനെയുള്ളവനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. ലഅല്ലക്കും, ഖുർആനിൽ പലയിടത്തും നിങ്ങൾ കാണുന്ന വാക്കാണ് അല്ലേ, ലഅല്ലക്കും തത്തഖൂൻ, ലഅല്ലക്കും തുഫ്ലിഹൂൻ. ലഅല്ലക്കും എന്ന വാക്കിന് രണ്ടാലൊരർത്ഥമാണുള്ളത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ലഅല്ലക്കും ലിത്തറജി, ലഅല്ലക്കും എന്നത് തറജി എന്ന അർത്ഥത്തിലാണ്. അതായത് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്താൽ ലഅല്ലക്കും നിങ്ങൾ ആയേക്കാം,
നമ്മൾ പലപ്പോഴും നമ്മുടെ തർജ്ജമകളിലൊക്കെ ആ അർത്ഥം കൊടുക്കാറുണ്ട്. നിങ്ങളിങ്ങനെ ആയേക്കാം, ആകാനുള്ള പ്രതീക്ഷയുണ്ട്, സാധ്യതയുണ്ട്. ഇപ്പോൾ ചില ആളുകൾ ചോദിച്ചേക്കപ്പോൾ അള്ളാഹു എങ്ങനെ സാധ്യത പറയാം? അവനെല്ലാം വരാനിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്നവനാണ്. പണ്ഡിതന്മാർ പറഞ്ഞു അത് ഖുർആൻ ഓതുന്നവരെ അപേക്ഷിച്ചുകൊണ്ടാണ്. അള്ളാഹുവിന് ആരാണ് നന്നാവുന്നത്, ആരാണ് കേടാവുന്നത് എന്നത് അവനറിയാം. പക്ഷേ അള്ളാഹു സൃഷ്ടികളോട് പറയാണ്, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്താൽ ലഅല്ലക്കും, അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ ആയേക്കാം. എങ്ങനെയുള്ളവരായേക്കാം? തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം. തത്തഖൂൻ, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം എന്നതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. അതാണ് ഒരു അർത്ഥം. ലഅല്ലക്കും അതിൽ തറജി, തറജി എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ പറയാം. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഉണ്ടായേക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തറജി ഒരിക്കലും അള്ളാഹുവിൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല. അള്ളാഹു ഒരിക്കലും ലഅല്ലക്കും എന്ന വാക്ക് ആയേക്കാം എന്ന അർത്ഥത്തിൽ പറയില്ല. പിന്നെ ഇതാർക്ക് വേണ്ടിയാണ്? ഖുർആൻ പല സ്ഥലത്തും മുഖാതബീങ്ങളായ ഖുർആൻ കേൾക്കുന്ന അഭിസംബോധകരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രയോഗങ്ങൾ കാണാം. ഉദാഹരണത്തിന് അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന സൃഷ്ടികളെ, വസ്തുക്കളെ കുറിച്ച് ഖുർആനിൽ എന്തുണ്ട്? എന്താ വിശേഷിപ്പിച്ചത്? അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കുന്നതിന് എന്താ പേര് കൊടുത്ത്? അല്ല, ഇലാഹ്, ആലിഹത്ത്. ഇലാഹ് എന്നത് അള്ളാഹുവിൻ്റെ പേരാണ്. പിന്നെന്തുകൊണ്ടാണ് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതിന് ഇലാഹ് എന്ന് വിളിച്ചത്? ഒരു ഇലാഹാണോ? അല്ല. അവർ സൃഷ്ടികൾ അതിനെ ആരാധിക്കുന്നു എന്നതുകൊണ്ട് അത് ആരാധിക്കപ്പെടുന്ന വസ്തു എന്ന അർത്ഥത്തിൽ അത് ആലിഹത്താണ്. യഥാർത്ഥത്തിൽ അത് ഇലാഹാണോ? ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല. പക്ഷേ ഇവരിതിനെ ആരാധിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് അതിനെ അള്ളാഹു ഇലാഹി എന്ന് വിശേഷിപ്പിക്കുക. അതേപോലെ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്തു പ്രതീക്ഷിക്കാം? നിങ്ങൾ തഖ്വയുള്ളവരായി തീരുന്നതാണ് എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷ വെക്കാം. ഇതൊരു അർത്ഥമാണ്, ലഅല്ലക്കും ഐ ലിത്തറജി. രണ്ടാമത്തെ അർത്ഥം ലഅല്ലക്കും ലിത്തഅലീൽ, കാരണം വ്യക്തമാക്കുന്നതിന് വേണ്ടി. ഇത് ചെയ്താൽ തഖ്വ ഉണ്ടാകും. അപ്പൊ തഖ്വ ലഭിക്കാനുള്ള കാരണമാണ് എന്ത്? തഖ്വ ലിത്തഅലീൽ, തഅലീൽ എന്ന് പറഞ്ഞാൽ കാരണത്തിന് വേണ്ടി. തഖ്വ ഉണ്ടാകാനുള്ള കാരണമാണ് എന്ത്? അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നത്. ഇപ്പം രണ്ടർത്ഥമുണ്ട്. അതെങ്ങനെ മലയാളത്തിൽ പറയുമ്പോൾ പറയാം? ആദ്യത്തേതാണെങ്കിൽ നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം എന്നതിനു വേണ്ടി, അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം. രണ്ടാമത്തെ വിശദീകരണ പ്രകാരമാണെങ്കിലോ, നിങ്ങൾ അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, എങ്കിൽ നിങ്ങൾ തഖ്വയുള്ളവരാകും. രണ്ട് തമ്മിൽ അർത്ഥവ്യത്യാസം മനസ്സിലായെങ്കിൽ മനസ്സിലായോ? രണ്ടും മനസ്സിലായോ? ലഅല്ലക്കും എന്നതിൻ്റെ അർത്ഥം ഇങ്ങനെ മാറും. ലഅല്ലക്കും എന്നതിൻ്റെ അർത്ഥം ഈ രൂപത്തിൽ മാറും. മനസ്സിലായ അർത്ഥം? എങ്ങനെ രണ്ട് രൂപത്തിൽ അർത്ഥം പറയാം? നിങ്ങൾ അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, എങ്കിൽ നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം. രണ്ടാമത്തെ അർത്ഥം നിങ്ങൾ അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, എങ്കിൽ നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതാണ്. നിങ്ങൾക്ക് തഖ്വ ലഭിക്കണോ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. അതുകൊണ്ട് ഈ ആയത്തിൻ്റെ തഫ്സീർ ചില പണ്ഡിതന്മാർ പറഞ്ഞു, തൗഹീദുള്ളവനല്ലാതെ തഖ്വ ലഭിക്കുകയില്ല, തൗഹീദുള്ളവന് മാത്രമേ മുത്തഖിയാവുള്ളൂ. മാത്രമല്ല ഈ ആയത്ത് യഥാർത്ഥത്തിൽ മുന്നേ ഉള്ള ഒരു ആയത്തിലേക്ക് നമ്മുടെ ഓർമ്മ തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതേതാ? മുന്നുള്ളൊരായത്തിലേക്ക് ഈ ആയത്ത് നമ്മുടെ ഓർമ്മ തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഹുദൻ ലിൽ മുത്തഖീൻ. ഖുർആൻ തുടങ്ങിയത് അത് പറഞ്ഞുകൊണ്ടാണ്. ഈ കിതാബിൽ സന്മാർഗമുണ്ടാർക്ക്? മുത്തഖീങ്ങൾക്ക്. സ്വാഭാവികമായിട്ട് ഇത്രയും ജനങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു. ഈ തഖ്വ എങ്ങനെ നേടിയെടുക്കാൻ പറ്റും? അതിനുള്ള ഉത്തരം ഇവിടെ വന്നു. യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ തൗഹീദ് പാലിച്ചാൽ ഈ കിതാബ് നിങ്ങൾക്ക് തഖ്വ അതിലേക്ക് നയിക്കുന്നതാണ്. നമുക്ക് ഖുർആനിലെ ആയത്തുകൾ പരസ്പര ബന്ധിതമാണ്. ഖുർആനിലെ ആയത്തുകൾ പരസ്പരം, പ്രത്യേകിച്ചും ഖുർആനിലെ പൊതുവെ നിങ്ങൾ സൂറത്തിൻ്റെ ആരംഭത്തിലുള്ള ആയത്തുകൾ അതിൻ്റെ വിശദീകരണമായിരിക്കും പല രൂപത്തിലും ഖുർആനിലെ ആ സൂറത്തിലെ ബാക്കി ആയത്തുകൾ. ഈ സൂറത്തുൽ ബഖറ എടുത്തു നോക്കിയാൽ യഥാർത്ഥത്തിൽ ദാലിക്കൽ കിതാബ് ലാ റൈബ ഹുദൽ ലിൽ മുത്തഖീൻ. ഈ ഹിദായത്ത് എന്താണ്, തഖ്വ എന്താണ്, ഇതാണ് സൂറത്തുൽ ബഖറയുടെ വിഷയം.
അതുകൊണ്ട് ഖുർആനിൽ പലയിടത്തും ഈ സൂറത്തിൽ നിങ്ങൾക്ക് പലയിടത്തും ഇത് കാണാം. ബനൂ ഇസ്രായേലുകാരോട് പറഞ്ഞേ കാണാം, വ ഇയ്യായ ഫത്തഖൂൻ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലേ. പലയിടത്തും കാണാം തഖ്വയെക്കുറിച്ചുള്ള പരാമർശം. സൂറത്തുൽ ബഖറയുടെ ആരംഭത്തിൽ ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് അതിൻ്റെ തഫ്സീറിലുള്ളത്. നിദാഉൻ മിൻ അല്ലാഹി ലിൽ ബശരി ജമീഅൻ. ഈ ആയത്ത് നിദാഉൻ, നിദാ എന്നാണ് നിദാ വിളിക്കലാണ്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അഭിസംബോധനയാണ്. നിദാഉൻ മിൻ അല്ലാഹ്, ആരിൽ നിന്നുള്ള? അല്ലാഹുവിൽ നിന്നുള്ള നിദാഅൻ, വിളിയാണ്. ലിൽ ബശരി, സർവ മനുഷ്യർക്കുമുള്ള, ജമീഅൻ എല്ലാ മനുഷ്യർക്കും, സർവ മനുഷ്യർക്കുമുള്ള അള്ളാഹുവിൽ നിന്നുള്ള നിദാ ആണ് ഈ ആയത്തിലുള്ളത്. യാ അയ്യുഹന്നാസ് എന്ന വാക്ക് അതാണ്. യാ അയ്യുഹന്നാസ് ഖുർആനിൽ വേറെയും ചില സ്ഥലത്ത് വന്നിട്ടുണ്ട്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും. സാന്ദർഭികമായി ഓർമ്മപ്പെടും. ചില ആൾക്കാർ ഈ ആയത്ത് പറഞ്ഞിട്ട് പറയുന്നില്ല ഖുർആൻ ഇത് പിന്നെ കണ്ടില്ലേ മനുഷ്യരെ എന്നാണ് വിളിച്ചത്, മുസ്ലിങ്ങളെ എന്ന് വിളിച്ചിട്ടില്ല. അത് തെറ്റാണ്. മുസ്ലിങ്ങളെ എന്ന് ഖുർആനിൽ വിളിക്കാതിരുന്നിട്ടില്ല. യാ അയ്യുഹല്ലദീന ആമനു എന്നത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെയാണ് വിളിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു എന്നത് ഖുർആനിൽ മുസ്ലിങ്ങളെ വിളിച്ചു. മുസ്ലിങ്ങളെ വിളിച്ചിട്ട് ഖുർആനിൽ പലയിടത്തും പല പരാമർശങ്ങളുണ്ട്. ബനൂ ഇസ്രായേലുകാരെ വിളിച്ചിട്ടുണ്ട്, യാ ബനി ഇസ്രായീൽ. യഹൂദരെ വിളിച്ചിട്ടുണ്ട്, നസാറ മുനാഫിഖ് കുഫാറുകളെ വിളിച്ചിട്ടുണ്ട്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അപ്പോൾ അത് ഒരു തെറ്റായ വിശദീകരണം. ചില ആൾക്കാരിത് ഖുർആൻ പറയുമ്പോൾ പറയും ഖുർആനിൽ എല്ലായിടത്തും മനുഷ്യന്മാരെ എന്ന് വിളിച്ചുള്ളൂ, മുസ്ലിങ്ങളെ എന്ന് വിളിച്ചില്ല. അല്ല, മുസ്ലിങ്ങളെ എന്ന് വിളിച്ചിട്ടുണ്ട്, എത്രയോ സ്ഥലത്ത് വിളിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളെ എന്ന് വിളിച്ചിട്ടുണ്ട്, ബനൂ ഇസ്രായേലുകാരെ എന്ന് വിളിച്ചിട്ടുണ്ട്, അഹൽ കിതാബുകാരെ എന്ന് വിളിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഖുർആനിൽ അഭിസംബോധനകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റായ വിശദീകരണമാണ്. ചില ആൾക്കാർ പറഞ്ഞിട്ട് അധികരിച്ചു പോയ കാര്യങ്ങൾപ്പെട്ടത്. അള്ളാഹു ജനങ്ങളെ മുഴുവൻ വിളിച്ചിരിക്കുന്നത് എന്ത് പറഞ്ഞുകൊണ്ട്? അനിഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. അല്ലദീ റബ്ബാക്കും ബിനിഅമിഹി, ആരാണ് അള്ളാഹു? റബ്ബാണ്, നിങ്ങളുടെ റബ്ബാണ്. അല്ലദീ റബ്ബാക്കും, അവൻ നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നവനാണ്. എങ്ങനെ വളർത്തിക്കൊണ്ടു? ബിനിഅമിഹി. നിഅം എന്നുള്ളത് ഏതിൻ്റെ ബഹുവചന? നിഅമത്ത് എന്നതിൻ്റെ ബഹുവചന. ബിനിഅമിഹി, അവൻ്റെ നിഅമത്തുകളിലൂടെ നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നവനാണ്. നിങ്ങളെ ജനിപ്പിച്ചത് തന്നെ അള്ളാഹ് നൽകിയ നിഅമത്താണ്. രക്ഷിതാക്കളെ തന്നത്, വളർത്തിയത്, എന്തൊക്കെ നിഅമത്ത്. ഇൻ തഅഉദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുന്നത് നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇതൊക്കെ നൽകിയവനായ അള്ളാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. വഖാഫൂഹു, അവനെ നിങ്ങൾ ഭയക്കുക, അള്ളാഹുവിനെ നിങ്ങൾ ഭയക്കുക. വലാ തുഖാലിഫു ദീനഹു, അള്ളാഹുവിൻ്റെ വലാ തുഖാലിഫു എതിരാകരുത്. ദീനഹു, അള്ളാഹുവിൻ്റെ ദീനിന് നിങ്ങൾ എതിരാകരുത്. അപ്പോൾ ഇതൊക്കെ ഉഅ്ബുദു റബ്ബക്കും എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമാണ്. അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹിനെ മാത്രം ഇബാദത്തുകൾ, സംസ്കാരം, നോമ്പ്, സക്കാത്ത്, ഭയം, പ്രതീക്ഷ, മഹബത്ത്, ഇങ്ങനെ എന്തൊക്കെ ഇബാദത്തുകളുണ്ടോ അതൊക്കെ നിങ്ങൾ അള്ളാഹുവിന് മാത്രം നൽകണം. അവൻ്റെ ദീനിന് നിങ്ങൾ അനുസരിക്കണം, അള്ളാഹുവിൻ്റെ ദീന് നിങ്ങൾ പിൻപറ്റണം. ഫഖദ് ഔജദകും മിനൽ അദം, ഫഖദ് ഔജദകും മിനൽ അദം, അവൻ നിങ്ങളെ ഔജദകും, ഔജദ മൗജൂദ്, മൗജൂദ് എന്നാണ്, മൗജൂദ് എന്നാണ് സാധനം ഉണ്ട്. ഔജദ വജദ എന്നാണ് കണ്ടു എന്നാണ്. ഔജദ വജദ ഔജദ എന്നാണ് ഉണ്ടാക്കി, ഔജദ എന്നാണ് ഉണ്ടാക്കി, വുജൂദിലേക്ക് എത്തിച്ചു. ഫഖദ് ഔജദകും, ഔജദകും നിങ്ങളെ ഉണ്ടാക്കി. മിനൽ അദമി, അദം അദം എന്നാണ് ഒന്നുമില്ലായ്മ, ശൂന്യത. അള്ളാഹു നിങ്ങളെ ഒന്നുമില്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്നുണ്ടാക്കി. വഔജദ അല്ലദീന മിൻ ഖബ്ലിക്കും, ഔജദ ഉണ്ടാക്കി, അല്ലദീന മിൻ ഖബ്ലിക്കും നിങ്ങൾക്ക് മുൻപുള്ളവരെ. എന്തിനു വേണ്ടി? ലിതകൂനു, നിങ്ങളായി തീരുന്നതിനു വേണ്ടി. ഈ ആകുന്നതിനു വേണ്ടി എന്നത് ഏത് വാക്കുന്ന കിട്ടിയത്? ആകുക എന്നുള്ളത്
കാന യക്കൂനു തെക്കൂനു, ഇങ്ങനെ ആകുന്നതിന് വേണ്ടി, ആ വേണ്ടി എവിടെ നിന്ന് വന്നത്? അലാമെന്ന് വന്നത്. ലി തെക്കൂൻ, അത് ഹർഫാണ്. ലി തെക്കൂനു, നിങ്ങൾ ആയി തീരുന്നതിനു വേണ്ടി. ലി തെക്കൂനു മിനൽ മുത്തഖീൻ, നിങ്ങൾ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുന്നതിനു വേണ്ടി. ആരാണ് മുത്തഖീങ്ങൾ? അല്ലദീന റളിയല്ലാഹു അൻഹും വറദു അൻ, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിന് അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു. പിന്നെ ഈ ആയത്ത് മാത്രം നമ്മൾ ഇന്ന് തഫ്സീർ പറയാം. ഇതിൻ്റെ അടുത്ത ആയത്ത് ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ പറയാം. ഈ ആയത്തിൽ വിശദീകരിക്കാൻ ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം നോക്കൂ, മുസ്ഹഫിലെ ആദ്യത്തെ അമ്ർ ഈ ആയത്താണ്. ഈ ആയത്തിലാണ് ആദ്യമായി അള്ളാഹു ഒരു കാര്യം കൽപ്പിക്കുന്നത്. ഇതിനു മുൻപ് വേറെ കൽപ്പനയില്ല. ഇപ്പം ഇത്രയും നമ്മൾ കേട്ടു, ഇതൊക്കെ എന്തായിരുന്നു? ഖബറുകളായിരുന്നു. മുത്തഖീങ്ങൾ ഇങ്ങനെയുള്ളവരാണ്, ഈമാനുള്ളവരാണ്, അവർ നിസ്കരിക്കുന്നവരാണ്, അവർ സക്കാത്ത് കൊടുക്കുന്നവരാണ്. മുനാഫിഖുകൾ ഇങ്ങനെ. ഇതിലെവിടെയും കൽപ്പന ഉണ്ടായിരുന്നില്ല. ഒരു ആയത്തിൽ പോലും ഇതിനു മുൻപ് ഒരു കൽപ്പനാസ്വരം വന്നിട്ടില്ല. ആകെ വന്നത് എവിടെയാണ്? ഇവിടെയാണ്. ആദ്യമായി മുസ്ഹഫിൽ കാണുന്ന കൽപ്പന യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും എന്ന ഈ ആയത്തിലാണ്. ഇത് ഈ ആയത്ത് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയുടെ ഭാഗമായ ഒരു പാഠത്തിനുള്ള തെളിവാണ്. അഹ്ലുസുന്ന വൽ ജമാഅ അവരുടെ അഖീദയുടെ ഭാഗമാണ് ഒരു മനുഷ്യൻ്റെ മേലുള്ള ഒന്നാമത്തെ വാജിബ്, അവ്വലുൽ വാജിബ്, അല്ലെങ്കിൽ അവ്വൽ വാജിബ്, അവ്വൽ വാജിബ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ നിർബന്ധ ബാധ്യത എന്ന് പറയുന്നത് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ്. ആദ്യത്തെ വാജിബ്. നോക്കൂ നിങ്ങൾ, ഈ ആയത്തിൽ എവിടെയെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ആദ്യമായി വിളിച്ചുകൊണ്ട് ഇതാ നിങ്ങൾക്കൊരു സ്രഷ്ടാവുണ്ട് എന്ന് മനസ്സിലാക്കുമെന്ന് പറഞ്ഞോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്കൊരു സ്രഷ്ടാവ് ഇല്ലേ എന്ന് ചോദിച്ചോ? ഇല്ല. മറിച്ച് നേരെ മനുഷ്യരോട് അള്ളാഹു പറയുന്നത്, ജനങ്ങളെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യാനാണ്. നിങ്ങളെ പഠിച്ചവൻ, നിങ്ങളുടെ മുൻപുള്ളവരെ പഠിച്ചവൻ എന്ന് മനുഷ്യർക്കിതറിയാം. ഇത് അവരുടെ ഫിത്രത്തിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് നബിമാരെല്ലാം വന്നപ്പോൾ അവരുടെ ജനങ്ങളോട് നിങ്ങൾക്ക് ഒരു റബ്ബുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി അവർ സമയം ചെലവഴിച്ചിട്ടില്ല. ഖാലത്ത് റസൂലുഹും അഫില്ലാഹി ശക്കുൻ ഫാത്തിരിസ് സമാവാതി വൽ അർദ്. നബിമാർ അവരോട് ചോദിച്ചത് എന്താണ്? അഫില്ലാഹി ശക്കുൻ, അള്ളാഹുവിൻ്റെ കാര്യത്തിലാണോ സംശയമുള്ളത്? ആ ആയത്ത് പണ്ഡിതന്മാർ പറഞ്ഞേക്കാണ്, അത് അള്ളാഹ് ഉണ്ടോയെന്ന് സംശയം ഉണ്ടോയെന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യേണ്ടതുണ്ട് എന്നതിലാണോ സംശയം എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലും പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞു. അള്ളാഹ് ഉണ്ടോ എന്നുള്ള സംശയം ഉണ്ടോ എന്ന് അവർ ചോദിച്ചിട്ടില്ല. കാരണം അവർക്ക് അറിയാം അള്ളാഹുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾക്ക് അതറിയാം അല്ലേ? അതുകൊണ്ടാണ് അവരോട് ഖുർആനിൽ പറഞ്ഞ ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലാ യഖൂലുന്ന അല്ലാഹ്, ആരാണ് ആകാശഭൂമികളെ പഠിച്ചത് എന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാണ്. ഇന്ന് ആൾക്കാർ ഇതിനെ നിഷേധിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നതാണ്. മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹു ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക ചരിത്രം അറിയുന്ന ഒരാളും ഇതിനെ നിഷേധിക്കുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും ദിവസം അള്ളാഹു എന്ന് മക്കയിലെ മുശ്രിക്കുകൾ ആരെയാണോ വിളിച്ചിരുന്നത്, അവർ മുസ്ലിം ആയിക്കഴിഞ്ഞാൽ അത് ഇനി മുതൽ നിങ്ങൾ അള്ളാഹു മാറിയിട്ടുണ്ടെന്ന് അവരോട് പറഞ്ഞിരുന്നോ? ഇല്ല. അവർക്കറിയാം ആരാണ് ഈ വിളിച്ചിരുന്നത്. ഹുദൈബിയ സന്ധിയിൽ കരാർ എഴുതുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതാൻ പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പം സുഹൈൽ ഇബ്നു അമർ അദ്ദേഹം പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത് ഞങ്ങൾ ഇതുവരെ കേട്ട് പരിചയമുള്ളതല്ല. മുൻപ് പണ്ട് മുതലേ നമ്മൾ എഴുതാറുള്ള രൂപമുണ്ട്, ബിസ്മിക അല്ലാഹുമ്മ, അങ്ങനെ എഴുതിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാൽ അങ്ങനെ എഴുതാന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, മക്കയിലെ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന അള്ളാഹു വേറൊരു അള്ളാഹു ആയിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിക്കുമോ? കരാറിൽ എഴുതാൻ അവർ പറഞ്ഞ അള്ളാഹുവിനെ നമ്മൾ അംഗീകരിച്ചോളാം എന്ന് പറയും? ഇല്ലല്ലോ. എത്ര തെളിവുകളുണ്ട്. അവർക്കറിയാമായിരുന്നു, മക്കയിലെ മുശ്രിക്കുകൾക്ക് അറിയാമായിരുന്നു അള്ളാഹു ആരാണ്. നബിമാരുടെ ചരിത്രം നോക്കൂ. യാ ഖൗമി ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവരൊക്കെ വന്നിട്ട് പറഞ്ഞതാണ്, എൻ്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. അപ്പോൾ അള്ളാഹു ഉണ്ട് എന്നത് ഫിത്രത്തിൽപ്പെട്ട കാര്യമാണ്. മനുഷ്യൻ്റെ പ്രകൃതത്തിൽ അതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതുപോലെ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്രത്തി ഫഅബവാഹു യുഹവിദാനിഹി ഔ യുമജ്ജിസാനിഹി ഔ യുനസ്സറാനിഹി. എല്ലാ കുഞ്ഞുമക്കളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. അവരുടെ മാതാപിതാക്കളാണ് അവരെ യഹൂദനോ നസ്രാനിയോ മജൂസിയോ ആക്കുന്നത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല മുസ്ലിം ആക്കുന്നത് എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട് പറയായിരുന്നത്? മുസ്ലിമായിട്ട് അവർ ജനിച്ചത്.
ഇസ്ലാമിൻ്റെ തൗഹീദ് ഹൃദയത്തിൽ, കാരണം കുട്ടികൾ അതുകൊണ്ടാണ് തൗഹീദ് പഠിപ്പിക്കൽ അവർക്ക് വളരെ എളുപ്പമാണ്. നിങ്ങളെ പഠിച്ച ഒരുവനുണ്ട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി, നിങ്ങൾ ആദ്യമായിട്ട് ഒരു കുട്ടിയോട് അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ആ കുട്ടിക്ക് ഒരിക്കലും പ്രയാസമുള്ള കാര്യമല്ല, ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, വളരെ എളുപ്പത്തിൽ മനസ്സിലാകും. ഇപ്പം മനുഷ്യൻ്റെ ഫിത്രത്തിൽപ്പെട്ടതാണ് അള്ളാഹു ഉണ്ട് എന്നത്. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ ഇസ്ലാമിക ചരിത്രം എടുത്തു നോക്കിയാൽ ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒക്കെ പഠിപ്പിച്ച മാർഗം. തൗഹീദ് പോയി പറയാം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദഅവത്ത് എങ്ങനെയാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ അവിടുന്ന് ഉഖാലയിലും ദുൽമജാസിലും ചന്തകളിൽ ഉയരമുള്ള പ്രദേശങ്ങൾ കയറി നിന്ന് വിളിച്ചു പറയുമായിരുന്നു, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, അല്ലെങ്കിൽ ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് നിങ്ങൾക്ക് വിജയിക്കാം. ഞാനിതൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, കാലം കുറച്ച് നീങ്ങിയപ്പോൾ പുതിയ കക്ഷികൾ ഉടലെടുത്തു ഇസ്ലാമിക സമൂഹത്തിൽ. നമ്മുടെ നാട്ടിൽ വരെ അതിന് സ്വാധീനമുണ്ട്. അഹൽ കലാമിൻ്റെ ആളുകൾ കടന്നു വന്നപ്പോൾ അവർ പറഞ്ഞു, അവ്വലു വാജിബ്, ഒരു മനുഷ്യൻ്റെ മേലുള്ള ഒന്നാമത്തെ നിർബന്ധ ബാധ്യത അള്ളാഹു ഉണ്ട് എന്ന് പ്രപഞ്ചമൊക്കെ നോക്കി ദൃഷ്ടാന്തങ്ങളൊക്കെ കണ്ടെത്തി അള്ളാഹു ഉണ്ട് എന്നത് തിരിച്ചറിയലാണ്. ഇത് ചില ആൾക്കാർ പറഞ്ഞ് അവസാനം ഇതിൽ അതിരുകവിഞ്ഞു. ആദ്യം ചിലർ പറഞ്ഞു ആദ്യത്തെ നിർബന്ധ ബാധ്യത എന്ന് പറയുന്നത് അന്നദറു വൽ ഇസ്തിദ്ലാൽ, പ്രപഞ്ചത്തിലെ ചുറ്റുപാടുമുള്ള തെളിവുകൾ കണ്ടെത്തി അള്ളാഹു ഉണ്ട് എന്ന് തിരിച്ചറിയലാണ്. പിന്നെ ചില ആൾക്കാർ പറഞ്ഞില്ല, അങ്ങനെയല്ല, അതിൻ്റെ മുൻപ് എന്തു ചെയ്യണം? ആദ്യം ഹൃദയം എല്ലാ വിശ്വാസങ്ങളിൽ നിന്നും ശൂന്യമാക്കണം. ആദ്യം സംശയിക്കണം. ആദ്യം എന്താ ചെയ്യണം? സംശയിക്കണം. അള്ളാഹു ഉണ്ടോ ഇല്ലേ? സംശയിച്ചതിന് ശേഷം അള്ളാഹു ഉണ്ട് എന്നതിനുള്ള തെളിവ് കണ്ടെത്തി അത് യഖീനാക്കണം. വേറെ ചില ആൾക്കാർ അതിൻ്റെ അപ്പുറത്ത് കടന്നു. അതിലും അപ്പുറത്ത് പോയി ചില ആൾക്കാർ പറഞ്ഞു ആദ്യം സംശയിച്ചാൽ പോരാ, ആദ്യം നിഷേധിക്കണം, ഇല്ല എന്ന് പറയണം, എന്നിട്ട് ഉണ്ട് എന്നുള്ളതിന് തെളിവ് കണ്ടെത്തണം. അവർ പറഞ്ഞു ഇതാണ് അവ്വൽ വാജിബ്. ചില ആൾക്കാർ സുബ്ഹാനല്ലാഹ് അതിര് കവിഞ്ഞിട്ട് അവസാനം പറഞ്ഞു, നിസ്കരിക്കുന്നതിന് മുൻപ് നിയ്യത്ത് വെക്കുന്ന സമയത്ത് ഇത് ആദ്യം ചിന്തിക്കണം, ഫസ്റ്റ് മുതൽ അവസാനം വരെ അല്ലാഹ് ഉണ്ടോ ഇല്ല, ഇല്ലെങ്കിൽ എന്തുകൊണ്ടുണ്ട്, അതിൻ്റെ തെളിവുകളുണ്ട്. അപ്പോൾ ഈ തെളിവൊക്കെ പറഞ്ഞ് ചിന്തിച്ചിട്ട് വേണം നിസ്കരിക്കാൻ എന്നുവരെ അതിര് കവിഞ്ഞു പറഞ്ഞ ചില ആളുകൾ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ കിതാബിൽ രേഖപ്പെടുത്തിയേക്കാണ്. എന്നിട്ട് അള്ളാഹു ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ഇൻഷാ അല്ലാഹ്, അത് നമുക്ക് അടുത്ത ആയത്തിൻ്റെ തഫ്സീറിൽ അതിനെക്കുറിച്ച് നമുക്ക് വിവരിക്കാനുണ്ട്. എന്നിട്ട് പിന്നെ അവർ അള്ളാഹു ഉണ്ട് എന്ന് തെളിയിക്കണം. അപ്പോൾ ഇതെങ്ങനെ തെളിയിക്കും? അതിന് ബുദ്ധിപരമായ ന്യായങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് ഈ ന്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ സുബ്ഹാനല്ലാഹ് ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങൾക്കിടയിലേക്ക് ഇവർ കൊണ്ടുവന്ന പിഴച്ച വാദങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അതിനു മാത്രം അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഹദീസുകളൊക്കെ നിഷേധിക്കാൻ തുടങ്ങിയത്. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പലതിനെയും നിഷേധിക്കാൻ കാരണമായി തീർന്നത് അതിൻ്റെ അടിത്തറ ഇവിടെയാണ് കിടക്കുന്നത്, ഈ ചിന്തയിൽ നിന്നാണ്. ഇതിന് ചില കാരണങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കലും നമുക്കിത് വിവരിക്കാം. ഞാൻ പറഞ്ഞ അവ്വൽ വാജിബ് എന്താണ്? ഇബാദത്തുല്ലാഹി വഹ്ദഹ്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യലാണ്. അതാണ് ആദ്യത്തെ വാജിബ്. അതുകൊണ്ട് തന്നെ പൊതുവേ മനുഷ്യരുടെ ദഅവത്ത്, ജനങ്ങൾ ദഅവത്ത് ചെയ്യുമ്പോൾ അവരോടൊക്കെ പോയിട്ട് ആദ്യം സ്രഷ്ടാവുണ്ട് എന്ന തെളിവ് ആദ്യം മുതലേ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവർക്കൊക്കെ അറിയാം സ്രഷ്ടാവുണ്ട്. ആരോടിത് പറയേണ്ടി വന്നേക്കാം? ഇതിനെ നിഷേധിക്കുന്നവരോട് പറയേണ്ടി വന്നേക്കാം. അതാട്ടെ കുറച്ച് ആൾക്കാരുണ്ടായേക്കാം. ബഹുഭൂരിപക്ഷം അള്ളാഹുവിനെ നിഷേധിക്കുന്നു എന്ന് പറയുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും ലാ അദ്രിയ എന്ന വിഭാഗമാണ്. അതായത് അവർ പറയുന്നത് അള്ളാഹു ഉണ്ടോ എന്നോ ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങൾക്കറിയില്ല. ബഹുഭൂരിപക്ഷം അതാണ്. ഇല്ല എന്ന് നിഷേധിക്കൽ കുറച്ച് ബുദ്ധിയുള്ള ഒരാൾക്ക് ഇത് പെട്ടെന്ന് പറ്റില്ല. ഇല്ല എന്ന് നിഷേധിക്കണമെങ്കിൽ ഇവരുടെ ബുദ്ധിപരമായ ന്യായങ്ങൾ കൊണ്ട് തന്നെ അത് സാധിക്കില്ല. ഇത് വേറെ വിഷയം, അതെന്തിലാവട്ടെ. ജനങ്ങൾ ബഹുഭൂരിപക്ഷം അങ്ങനെയാണ്. വലിയൊരു വിഭാഗം ആളുകളാകട്ടെ അവർ അള്ളാഹു ഉണ്ട് ഇവർക്ക് അറിയാം. ആകെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ മുഖാബറയാണ്, അഹങ്കാരമാണ്. ഹക്ക്, സത്യം, ദലീലുകൾ, തെളിവുകൾ ശ്രദ്ധിക്കാനുള്ള തയ്യാറല്ല എന്നുള്ളതാണ്. ഇക്കാണുന്ന പ്രപഞ്ചം ഉണ്ടായി, വെറുതെ ഉണ്ടായി, ആയിക്കോട്ടെ ശരി. നിൻ്റെ കയ്യിലുള്ള ഒരു പേന വെറുതെ ഉണ്ടായി എന്ന് നീ പറയുമോ? ഒരാളോട് നമ്മൾ വിളിച്ചെടുത്തിട്ട് എൻ്റെ കയ്യിലൊരു പേന ഉണ്ടെങ്കിൽ ആ പേന കയ്യിലെടുത്തിട്ട് പറയാം, ഈ പേന ഇത് ഒരു കമ്പനിയിൽ നിന്നൊരു ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കിയതാണ്, ഇതിന് പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടുണ്ട്, ഇങ്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു ട്യൂബ് ഉപയോഗിച്ചിട്ടുണ്ട്, മറ്റു പലത് പിന്നെ
ചേർത്ത് വെക്കാനുള്ള പണികൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഇതിൻ്റെ ഫാക്ടറി നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതിൻ്റെ റോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതിൻ്റെ പ്ലാസ്റ്റിക് കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ടോ? ഇത് ആൾക്കാർ സംയോജിപ്പിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഇത് പാക്കറ്റിലാക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഇതൊന്നും നീ കണ്ടിട്ടില്ല. പക്ഷേ ഒരു പേന കാണുമ്പോഴത്തേക്ക് നിനക്ക് ഊഹിക്കുക ഇതൊക്കെ ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. ഇതിനൊരു ഫാക്ടറി ഉണ്ട്, ഇതുണ്ടാക്കിയ ആൾക്കാരുണ്ട്, ഇത് പാക്ക് ചെയ്തിട്ടുണ്ട്, ഇത് കൃത്യം. കേവലം ഒരു പേന, ഈ പേന അവിടെ നിൽക്കട്ടെ, ഒരു സൂചി, എന്താ സൂചിയിലുള്ളത്? എൻ്റെ അതിലുള്ള ഒരു ചെറിയൊരു കുത്തുണ്ട്, ഒരു നീളത്തിൽ ഇരുമ്പുണ്ട്. ഒരു സൂചി കണ്ടാൽ ഒരുത്തിന് മനസ്സിലാകുന്നുണ്ട് ഇത് വെറുതെ ഉണ്ടായതല്ല, അത് ആരും ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ നോക്കൂ, പുരാതന ഗവേഷണങ്ങൾ നടത്തുന്ന ആളുകൾ ഭൂമിയൊക്കെ കുഴിച്ചിട്ട് പലതും കണ്ടെത്തി കഴിഞ്ഞാൽ ആരെങ്കിലും പറയുന്നുണ്ടോ അവിടെ വീടുകളൊക്കെ കണ്ടെത്തിയാൽ? പലപ്പോഴും ഈ ഗവേഷകർ കുഴിച്ചുണ്ടാക്കിയിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ 2-3 കല്ല് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവുന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ. എന്നാലും അവർ കണ്ടില്ലേ ഇവിടെ ഒരു വലിയ ആൾക്കാർ ജീവിച്ചിട്ടുണ്ട്, ഇവിടെ ഇത്ര കൊല്ലം മുൻപ് കുറച്ച് ആൾക്കാർ കഴിഞ്ഞു പോയിട്ട്. എന്താ അവർ കണ്ടു? ഈ ആൾക്കാരെ അവർ കണ്ടോ? ഈ കല്ലുണ്ടാക്കിയവനെ കണ്ടോ? ഇല്ല. ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ കണ്ടാൽ തോന്നി ഇതിപ്പോൾ അവിടെ വെറുതെ ഒരു കല്ലിങ്ങനെ വന്ന് കിടന്നായിരിക്കൂലേ എന്ന് നമുക്ക് തോന്നിപ്പോവാം. നമുക്ക് അങ്ങനെ തോന്നിപ്പോവും. എന്നാലും അവർ സമ്മതിക്കില്ല, ഇല്ല ഇവിടെ ആൾക്കാരുണ്ടായിട്ടുണ്ട്. ഒരു ചെറിയ കുത്തിവര പാറൻ്റെ മേലെ അല്ലേ, പല പുരാതനമായ എഴുത്തുകൾ വായിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലാണോ അതുള്ളത്, അറബിയിലാണോ? അല്ല, പലതും കോറി വരകളാണ്. അത് കണ്ടാലും അതിൻ്റെ ആൾക്കാരടുത്ത് വന്നിട്ട് അത് സംരക്ഷിക്കുന്നു. ഇത്ര കൊല്ലം മുൻപ് എഴുതിയതാണ്, നീ കണ്ടോ അത് എഴുതിയാണ്? ഇല്ല. പക്ഷേ മനുഷ്യനറിയാം സുബ്ഹാന, ഇത് കേവലമായ തെളിവാണ്. ഇത് ഭയങ്കര കഷ്ടപ്പെട്ട് മനസ്സിലാക്കാനൊന്നുമില്ല. ഒരു അറാബിയോട് ചോദിച്ചതുപോലെ ബിമാ അറഫ്ത റബ്ബക, എങ്ങനെയുണ്ട് നിനക്ക് അള്ളാഹുണ്ടെന്ന് മനസ്സിലായത്? അവൻ പറഞ്ഞു അൽ ബഅറതു തദുല്ലു അലൽ ബഈർ, ഒട്ടകത്തിൻ്റെ കാഷ്ടം വീണെടുക്കുന്നത് കണ്ടാൽ എനിക്ക് മനസ്സിലാവും ഒട്ടകം അവിടെ കൂടെ നടന്നു പോയിട്ടുണ്ട് എന്ന്. والآثار تدل على المسير, കാൽപ്പാടുകൾ കണ്ടാൽ മനസ്സിലാവും അവിടെ കൂടെ ഒരാൾ നടന്നു പോയിട്ടുണ്ട് എന്ന്. ഈ കാണുന്ന ആകാശവും ഭൂമിയും ഇതിനെ പടച്ചു ഒരുത്തനുണ്ട് എന്ന് അറിയിക്കുന്നുണ്ട്. ഒരു അറബി സാധാരണ മനുഷ്യനെ ആൾക്കറിയാതെ. എന്നാൽ ഇൽമുൽ കലാമുകാർ ഇതിനെ അങ്ങേയറ്റം ദുർഘടമായ എന്തോ കാര്യമാക്കി. നിങ്ങൾ ഇന്നും ചില ആൾക്കാരെ സംസാരം കേട്ടോക്കെ, ചിലപ്പോൾ മുസ്ലിം പേരുള്ള ആൾക്കാർ തന്നെ അള്ളാഹു ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി 1-2 മണിക്കൂർ സംസാരിക്കുന്നതാണ്. എല്ലാം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സംശയം തോന്നി, എന്താ റബ്ബി ഇവരിപ്പോൾ ഇത്രയും നേരമായിട്ട് പറഞ്ഞത്, ഇങ്ങനെ കാരണമുണ്ട്. അങ്ങനെ ഇത് അഹ്ലുസുന്നത്തിൻ്റെ ശൈലിയല്ല ഇങ്ങനെ സ്ഥാപിക്കുക എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് റദ്ദ് അലൽ ജഹ്മി എന്ന ദാരിമിയുടെ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഒരു സംഭവം കൊടുത്തേക്കാണ്. ഇമാം അഹ്മദിൻ്റെ ഒരു സംഭവം കൊടുത്തേക്കാണ്. അദ്ദേഹം ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയ പിഴച്ച കക്ഷിയായ ജഹ്മിയ, അതിൻ്റെ തലവനായ ജഹ്മു ഇബ്നു സഫ്വാൻ, അയാളെക്കുറിച്ച് പറയാണ്. നിങ്ങൾ ഏത് പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കൂ, ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പിഴച്ച ആൾ, എല്ലാ പിഴവിൻ്റെയും തലതൊട്ടപ്പൻ ആരാണെന്ന് ചോദിച്ചാൽ അവരിൽ മിക്കവരും പറയാം ജഹ്മു ഇബ്നു സഫ്വാനെയാണ്. ഈ ജഹ്മു ഇബ്നു സഫ്വാൻ ഇയാൾ പിഴവിലേക്ക് എത്തിയതിൻ്റെ രൂപം ഇമാം അഹ്മദ് പറയാൻ റഹിമഹുല്ലാഹ്. അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ ജഹ്മിൻ്റെ അരികിൽ ഖുറാസാനിൽ നിന്ന് ചില ആളുകൾ വന്നു. അവർ വന്ന് സുമനീയ വിഭാഗക്കാരാണ്. അവർ വന്നിട്ട് ജഹ്മിനോട് ചോദിച്ചു, നിനക്കെങ്ങനെയാണ് റബ്ബുണ്ടെന്ന് മനസ്സിലായത്? നീ നിൻ്റെ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ശബ്ദം കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. എങ്കിൽ അവർ ചോദിച്ചു, ഹൽ റഅയ്ത ഇലാഹക്, നിൻ്റെ ഇലാഹിനെ നീ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഹൽ സമിഅത കലാമഹ്, നീ അവൻ്റെ സംസാരം കേട്ടിട്ടുണ്ടോ? ഇല്ല. ഹൽ ശമംത റീഹ, നീ നിൻ്റെ റബ്ബിനെ മണത്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും മണം അനുഭവിച്ചിട്ട്? ഇല്ല. ഫവജദ്ത ലഹു ഹിസ്സൻ, നിനക്ക് എപ്പോഴെങ്കിലും നേർക്ക് നേരെ അനുഭവവേദ്യമായ എന്തെങ്കിലും അനുഭവങ്ങളുണ്ട് നേരെ നീ അള്ളാഹുവിന്? ഇല്ല. ഫമാ യുദ്രീക അന്നഹു ഇലാഹ്, എങ്കിൽ പിന്നെ നിനക്ക് എങ്ങനെ മനസ്സിലായി ഒരു റബ്ബുണ്ട് എന്ന്? ഇത് കേട്ടോടുകൂടി മനുഷ്യനാകെ ഹയറത്തിലായി. 40 ദിവസത്തോളം ചങ്ങാതി നിസ്കരിച്ചില്ല എന്നാണ്, ആരാധിക്കണം എന്നറിയാതെ. നോക്കൂ, സുബ്ഹാനല്ലാഹ്, ഒരു അറാബിക്ക് ഉത്തരമുണ്ട് അതിന്. ഒരു കേവല അറാബി അവനോട് ചോദിച്ചപ്പോൾ അവന് ഉത്തരം പറഞ്ഞു കൊടുത്തു, എടോ കാഷ്ടം കണ്ടാൽ മനസ്സിലാവില്ല, ഒരു ഒട്ടകം പോയിട്ടുണ്ട്.
അത്രയും മതി. ഇതിന് അത്രയും നിസ്സാരമായ തെളിവാണത്. അത് മനസ്സിലാക്കാൻ പ്രയാസം. കുട്ടികൾക്ക് വരെ ഇത് അറിയാം, ചെറിയ മക്കൾക്ക് വരെ. കാരണം ഇത് മനുഷ്യർക്ക് അറിവുണ്ട് എന്നതിന്, അതായത് സബബുണ്ടെങ്കിൽ അതിന് മുസബ്ബിബുണ്ട് എന്ന് അറബിയിൽ പറയും. കാരണമുണ്ടെങ്കിൽ കാരണമുണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായി തോന്നും. എന്തും ഒരാൾ ചെയ്യാതെ ഒന്നും സംഭവിക്കുകയില്ല എന്ന് ആളുകൾക്കറിയാം. അതിന് തെളിവാണ്. കുട്ടികൾ നോക്കൂ, ചെറിയ കുട്ടി 2-3 മാസം ബാക്കിൽ നിന്ന് 2 കൈ കൊട്ടിയാൽ കുട്ടി തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ നമ്മളെന്താ പറയുക? ചെവിക്കെന്തോ കുഴപ്പമുണ്ടെന്നാണ് പറയാം. എന്തുകൊണ്ട് നമ്മളത് പറയുന്നു? ഏതെങ്കിലും ഒരു യുക്തിവാദി എന്തെങ്കിലും പറയുന്നുണ്ടോ? കുട്ടിക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല, ഒരു ശബ്ദം ഉണ്ടാകണമെങ്കിൽ ശബ്ദമുണ്ടാക്കുന്ന വ്യക്തി ഉണ്ടാകണം എന്ന് കുട്ടിക്ക് കുറച്ചുകൂടി പ്രായമാവട്ടെ പഠിപ്പിച്ചു കൊടുക്കാമെന്ന് പറയാം. ഇല്ല, അവൻ മനസ്സിലാവും, കുട്ടിക്ക് ചെവി വയ്ക്കുന്നില്ല. എന്തുകൊണ്ട്? വെറുതെ ഒരു ശബ്ദമുണ്ടാവില്ല എന്ന് ചെറിയ കുട്ടിക്ക് അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ നേർക്കുനേരെ നിരീശ്വരവാദത്തിന് മറുപടി പറയുന്ന ആയത്തുകൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഉള്ളത് സൂറത്ത് തൂറിലെ ചില ആയത്തുകളാണ്. അതാകട്ടെ ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ടതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു നേർക്കുനേരെ നിരീശ്വരവാദത്തിന് മറുപടി പറയുന്ന ആയത്തുകൾ ഇല്ല. കാരണം ഈ ഖൗം ഉണ്ടായിട്ടില്ല എല്ലാ കാലത്തും. ഇക്കാലഘട്ടത്തിൽ പോലും നിരീശ്വരവാദം പ്രചരിച്ചു എന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ കാലത്ത് പോലും യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാർക്ക് തോന്നിയതുപോലെ ജീവിക്കണം. അവൻ തോന്നിയതുപോലെ ജീവിക്കണമെങ്കിൽ അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസം അവന് യോജിക്കുകയില്ല. അപ്പം നിഷേധിക്കുക. വേറൊരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില സംശയങ്ങളുണ്ട്. അവരത് കുറച്ച് സമയമൊന്ന് മാറിയിരുന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അവർക്ക് ബോധ്യപ്പെടുമായിരുന്നു. അപ്പോൾ ഈ ജഹ്മു ഇബ്നു സഫ്വാൻ 40 ദിവസം നിസ്കാരം ഉപേക്ഷിച്ച് അവസാനം മറുപടി കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്, ഞാനത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ അത്ഭുതം. ഇക്കാലഘട്ടത്തിൽ ചില പ്രബോധകർ പറയുന്ന തെളിവാണത്. ഇമാം അഹ്മദ് പറയാണ്, അങ്ങനെ ജഹ്മു ഇബ്നു സഫ്വാൻ നസ്രാനികളുടെ വാദത്തിനോട് സാദൃശ്യമുള്ള ഒരു വാദം കൊണ്ടുവന്നു അള്ളാഹ് സ്ഥാപിക്കാൻ വേണ്ടി. അവൻ ഈ ചോദിച്ച ആൾക്കാരോട്, നിന്റെ റബ്ബിനെ നീ മണത്തിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചവരോട് ജഹ്മു ഇബ്നു സഫ്വാൻ അയാൾ തിരിച്ചു വന്നുകൊണ്ട് പറഞ്ഞു, അലസ്ത തസ്ഉമു അന്ന ഫീക റൂഹ, നിന്റെ ശരീരത്തിൽ ആത്മാവുണ്ട് എന്ന് നീ അംഗീകരിക്കുന്നുണ്ടല്ലോ? ഉണ്ട്. ഹൽ റഅയ്ത റൂഹക്, നീ നിന്റെ ആത്മാവ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഫസമിഅത കലാമഹു, എങ്കിൽ ആത്മാവിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ? ഇല്ല. ഫവജദ്ത ലഹു ഹിസ്സൻ, എപ്പോഴെങ്കിലും ആത്മാവിനെ തൊട്ടു നോക്കിയിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് ഇവൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഇയാൾ പറഞ്ഞു, ഫകദാലിക അല്ലാഹ് ലാ യുറാ ലഹു വജ്ഹുൻ വലാ യുസ്മഉ ലഹു സൗതുൻ വഹുവ ഗായിബുൻ അനിൽ അബ്സാർ. ഇതുപോലെയാണ് അല്ലാഹു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. റൂഹിനോടാണ് ചെങ്ങായി അല്ലാഹുവിനെ സമീകരിച്ചത്. അവൻ പറഞ്ഞു, അല്ലാഹു ഇതേപോലെ കാണാൻ പറ്റില്ല. ഇങ്ങനെയാണ് ഈ ചെങ്ങാതി നിഷേധിക്കാൻ തുടങ്ങിയത്. എന്നിട്ട് അവൻ പറഞ്ഞു, അന്തരീക്ഷത്തിലെ വായു പോലെയാണ്, എല്ലായിടത്തും ഉണ്ട്, അറിയാൻ പറ്റില്ല. പിന്നീടാണ് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ ഈ പറഞ്ഞ വാദത്തിന് കാരണം ഇത് സൃഷ്ടികളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ അള്ളാഹുവിനെ മനസ്സിലാക്കിയത്. പിന്നെ ഈ സൃഷ്ടികൾ അതിൽ നിന്ന് അള്ളാഹുവിനെ വേർതിരിക്കും. സൃഷ്ടിയാണെന്ന് പറയാനും വയ്യ. അപ്പോൾ സൃഷ്ടിയല്ല എന്ന് തെളിയിക്കുന്നതിനു വേണ്ടി അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ അനേകം വിശേഷണങ്ങൾ അവർ പിന്നീട് നിഷേധിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു, നസ്രാനികൾ പറഞ്ഞത് ഈസാ നബി അള്ളാഹുവിൻ്റെ റൂഹിൽ പെട്ടതാണെന്നാണ്. ഇത് അള്ളാഹുവിൻ്റെ റൂഹാണ്. ഇയാൾ പറഞ്ഞത് അള്ളാഹു തന്നെ സൃഷ്ടികളെ പോലെയുള്ള റൂഹാണ് എന്നാണ്. ആ അർത്ഥത്തിൽ നസ്രാനികളെക്കാൾ കടുത്ത പിഴച്ച വാദമാണ് പറഞ്ഞത്. സൃഷ്ടികളോട് അള്ളാഹുവിനെ താരതമ്യം ചെയ്യാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ കഷ്ടപ്പാടൊന്നുമില്ല, അള്ളാഹു ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഖുർആൻ അതിന് സ്വീകരിച്ച അടുത്ത ആയത്തിൽ അതാണ് വരുന്നത്, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫറാശൻ സമാഅ ബിനാഅൻ അൻസല മിനസ് സമാഇ മാഅ. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യം നിങ്ങൾ പഠിക്കുക. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അടുത്ത് അവ്വൽ വാജിബ്, ഒന്നാമത്തെ നിർബന്ധ ബാധ്യത അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ്. ചിലപ്പോഴെങ്കിലും ചില ആളുകൾക്ക് ദഅവത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾ ചില ആൾക്കാർക്ക് കാണുന്നുണ്ട്. ഇതിൻ്റെ പിറകിൽ കൂടെ
അള്ളാഹു ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇങ്ങനെ കുറേ ഫിലോസഫി പറയാം, കുറേ തത്വശാസ്ത്രം പറയാം. ശരിയാണ്, അതിൻ്റെ അർഹരായ ഒന്നോ രണ്ടോ ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് പറയേണ്ടി വന്നേക്കാം. അങ്ങനെ പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. ഇത് സർവ്വജനങ്ങളെയും മുന്നിലേക്ക് ഇത്തരം ഫിലോസഫി കൊണ്ടുവരിക എന്നത് ആവശ്യമില്ലാത്ത കാര്യം. ഇതിൻ്റെ പലതിൻ്റെയും അനന്തരഫലം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ നിഷേധിക്കലാണ്, അള്ളാഹുവിനെ സൃഷ്ടികളോട് താരതമ്യപ്പെടുത്തലാണ്. അള്ളാഹു ഖാലിഖാണ്, മറ്റേത് മഖ്ലൂഖാണ്. മഖ്ലൂഖിനോട് ഒരിക്കലും ഖാലിഖിനെ താരതമ്യപ്പെടുത്തുക സാധ്യമല്ല. അതിന് ഖുർആനിൻ്റെ രീതി സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും നല്ല രീതി. ഇൻഷാ അല്ലാഹ് ആ രീതി അടുത്ത ആയത്തിൽ അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ ആയത്തിൻ്റെ വിശദീകരണം മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ദീൻ പഠിക്കാൻ ജീവിതത്തിൽ പാലിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم علمنا التأويل وفقهنا في الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نعوذ بك أن نشرك بك ونحن نعلم ونستغفرك لما لا نعلم. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من منكرات الأخلاق والأعمال والأهواء. اللهم إنا نسألك من الخير كله عاجله وآجله ما علمنا منه وما لم نعلم. اللهم إنا نعوذ بك من الشر كله عاجله وآجله ما علمنا منه وما لم نعلم. اللهم إنا نسألك ما سألك عبدك ونبيك. اللهم إنا نسألك من خير ما سألك عبدك ونبيك. اللهم إنا نعوذ بك من شر ما عاد منه عبدك ونبيك. اللهم إنا نسألك الجنة وما قرب إليها من قول وعمل، ونعوذ بك من النار وما قرب إليها من قول وعمل. اللهم اغفر لنا ذنوبنا وارحمنا وادخلنا جنتك برحمتك يا أرحم الراحمين، وعذنا من نارك يا أكرم الأكرمين. وصلى الله وسلم وبارك على نبينا محمد وعلى آله.